നമസ്കാരം. രാഷ്ട്രീയ വൃത്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തിങ്കളാഴ്ചയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണി കേരളത്തിൽ ഫലം പുറത്തു വന്നത്. UDFന് 102 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നത്. പക്ഷേ ഇതുവരെയായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചർച്ചകൾ പല റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത ചർച്ചകൾക്കായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ആരാകും മുഖ്യമന്ത്രി? KC വേണുഗോപാലോ, VD സതീശനോ, അതോ രമേശ് ചെന്നിത്തലയോ? എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് എന്നുള്ള തരത്തിലുള്ള പല ചർച്ചകളും നടന്നു. ഇനിയിപ്പോൾ ഈ അവസാന റൗണ്ട് ചർച്ചയ്ക്ക് എന്തായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്? ഒരു കൺസെൻസസ് ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കേണ്ടി വരും. ഇപ്പോൾ VD സതീശനെയാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നത് എങ്കിൽ അത് ഈ രണ്ട് നേതാക്കൾ, അതായത് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഈ രണ്ട് നേതാക്കൾ അംഗീകരിക്കുക എന്നതിൽ കവിഞ്ഞ് അതിന് വലിയ വേറൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഹൈക്കമാൻഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അനുകൂലികൾ എന്നുള്ള നിലയ്ക്ക് ഇവർ രണ്ടുപേരും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുമില്ല. പക്ഷേ VD സതീശൻ അല്ല മുഖ്യമന്ത്രി, വേറൊരാളാണ് മുഖ്യമന്ത്രി ആകുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ട് അത് വലിയ പൊട്ടിത്തെറിക്കും. എന്ന് പറഞ്ഞാൽ UDFന് വോട്ട് ചെയ്ത വോട്ടർമാർക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനും തെരുവിൽ കലഹം ഉണ്ടാകാനും ഒക്കെ ഇടയാക്കും. ഒരു പക്ഷേ അത് ഒഴിവാക്കാൻ ഒരു വൈഡർ കൺസൾട്ടേഷൻ എന്ന നിലയിലാകാം. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചത് ഞങ്ങൾ മുൻ KPCC അധ്യക്ഷന്മാരോട് സംസാരിച്ചു, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരോട് സംസാരിച്ചു, KPCC പ്രസിഡന്റോട് സംസാരിച്ചു, ഘടകകക്ഷികളോട് സംസാരിച്ചു. അങ്ങനെ ഒരു വൈഡർ കൺസൾട്ടേഷൻ നടത്തി ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ തീരുമാനം പ്രഖ്യാപിക്കുന്നത് എന്ന നിലയിലാകാം ഒരു പക്ഷേ ഇത്. അല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ തോന്നുന്നത്, ജനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ എവിടെ, കോൺഗ്രസ് എന്നുള്ളത്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഇവരെയൊക്കെ വിളിച്ചല്ലോ. ഇന്നിപ്പോ MM ഹസൻ ഉൾപ്പെടെ പലരെയും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അല്ലാത്തവരൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇവരുടെയൊക്കെ അഭിപ്രായം തേടിയിട്ടാണ് ഒരു തീരുമാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു തീരുമാനമെടുത്ത് അഭിലാഷം, അതായത് തീരുമാനം ഓൾറെഡി എടുത്തു. എനിക്ക് അതായിരുന്നു ചോദിക്കാനുള്ളത്. അതായത് ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്ത ശേഷം മറ്റുള്ളവരുടെ കൂടി അഭിപ്രായം അറിയുക, അല്ലെങ്കിൽ അവരെ കൂടി അറിയിക്കുകയാണോ, അതോ ഇവരെ കൂടി കേട്ട ശേഷം തീരുമാനം എടുക്കാൻ പോവുകയാണോ? തീരുമാനം ഏറെക്കുറെ നേരത്തെ തന്നെ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തീരുമാനം UDF വന്നാൽ ആരാകുമെന്നുള്ള കളിയാണ് നമ്മൾ കാണുന്നത്. അല്ലെ പിന്നെ കപ്പ തിന്നാൻ വേണ്ടിയിട്ട് KC വേണുഗോപാൽ അവിടുന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം തൊഴിലാളികൾക്കൊപ്പം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇദ്ദേഹം ഇതെല്ലാം ചെയ്ത് എന്തുകൊണ്ടാണ് ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. KC വേണുഗോപാലിന്റെ പ്രത്യേക ഗ്രൂപ്പ് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് വരികയും അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, ഇവിടെ എത്ര തെരഞ്ഞെടുപ്പ് നടന്നു, KC വേണുഗോപാൽ ഡൽഹിയിലുള്ള സമയത്തൊക്കെ ഇവിടെ തദ്ദേശം നടന്നിട്ടുണ്ട്, ലോക്സഭ നടന്നിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഉൾക്കൊള്ളുവാൻ പ്രാപ്തമാക്കുക ആരെ? രമേശ് ചെന്നിത്തലയും VD സതീശനെയും. എനിക്കത് തമാശയുള്ളതെന്ന് പറഞ്ഞാലേ, ഈ പിന്നെ തീരുമാനം അന്തിമമാക്കാൻ വേണ്ടി 10-15 പേര് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ഈ വിമാന ടിക്കറ്റിന്റെ ഒക്കെ പൈസ ആര് കൊടുക്കും? അവർ 2-3 പേര് ഇങ്ങോട്ട് വന്നാൽ പോരെ? ഇവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തുണ്ട്. ഈ ഹസനെയും സുധീരനെയും ഒക്കെ ഇവിടുന്ന് വിമാന ടിക്കറ്റും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യിപ്പിക്കേണ്ട, ഈ വയസ്സാം കാലത്ത് യാത്ര ചെയ്യിപ്പിക്കേണ്ട യാതൊരു കാര്യമല്ല. അവിടുന്ന് ഒരു 3 പേര് ഇവിടെ വന്ന് ഇവരോട് ചർച്ച ചെയ്ത് ഇവിടെ തന്നെ പ്രഖ്യാപിക്കാവുന്ന കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് ഏതാണ്ട് KC വേണുഗോപാൽ എന്ന മട്ടിലേക്ക് എത്തി ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. ചില സൂചനകളൊക്കെ കിട്ടും. എനിക്ക് അങ്ങനെയാണ് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം മാർഷൽ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് ആരാവണം മുഖ്യമന്ത്രി എന്നുള്ളത് KC വേണുഗോപാൽ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നൊരുക്കങ്ങൾ KC വേണുഗോപാലോട് നടത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇന്നിപ്പം അതിനകത്തൊരു ഇതുള്ള ഈ VD സതീശനെ എന്തെങ്കിലും ഒരു തിരിച്ചടി അവസാനമെങ്കിലും കൊടുക്കണം എന്ന മട്ടിലായിരിക്കണം. ഇന്നിപ്പം അത്തരം ചില ഈ മതപരമായ സംഘടനകൾ ഈ കാര്യത്തിൽ ഇടപെടുന്നു എന്ന സൂചന നൽകുന്ന ചില വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഇന്ന് വന്ന വാർത്തയെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വിവരം ലഭിച്ചു അത്രേ. അതായത് ചില മതസംഘടനകൾ VD സതീശൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ തെരുവിലിറങ്ങി പ്രതിഷേധം, അദ്ദേഹം അല്ലെങ്കിൽ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തും. അപ്പോൾ അത് ആരാണ് ആ മതസംഘടന എന്നുള്ളത് ആ പത്രത്തിൽ, ആ വാർത്തയിൽ തന്നെ ക്ലാരിഫിക്കേഷൻ ഉണ്ട്, അത് ജമാഅത്തെ ഇസ്ലാമി ആണെന്നുള്ളത്. അപ്പോൾ ആ വാർത്തയൊക്കെ കൃത്യമായ VD സതീശന് എതിരായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല സമീപ ദിവസങ്ങളിൽ ഈ ചില VD സതീശനെതിരായ ചില വാർത്തകൾ ഈ കൗണ്ടിങ്ങിന്റെ തലേ ദിവസം അതിനുശേഷം ഒക്കെ വന്നത്, അതിനൊക്കെ പിന്നിൽ ചില നീക്കങ്ങൾ ആസൂത്രിതമാണെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഞാൻ ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ ചക്രത്തി പോരാട്ടവും ഇത്ര ശത്രുതാ മനോഭാവത്തോടെയും ഉള്ള നീക്കങ്ങളാണെങ്കിൽ ഈ 5 കൊല്ലത്തിനിടയിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കുമല്ലോ. ആ മുഖ്യമന്ത്രിക്കെതിരെ ഈ ഒരേ പാളയത്തിൽ, അതേ പാളയത്തിൽ നിന്ന് തന്നെ എന്തൊക്കെ നീക്കങ്ങൾ, അപകടകരമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. പക്ഷേ ഇത്തരം അപകടകരമായ നീക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം 3 പേരെയും വിളിച്ചു. 3 പേരോടും പറഞ്ഞ ഒരു കാര്യം, ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ, പക്ഷേ ബാക്കി 2 പേരും
അതിനോട് പൂർണ്ണമായി യോജിക്കണം. ഇവർ 3 പേരും ആ കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉറപ്പ് കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. അത് ഒരു കാര്യം. അതിനുശേഷം ഹൈക്കമാൻഡ് തന്ത്രപരമായി സ്വീകരിച്ച നിലപാടെന്താ? 2 ദിവസത്തെ ഒരു കൂളിംഗ് ഓഫ് ടൈം, അതായത് ഒരു മൊത്തം ശാന്തമാകാനും ഇപ്പോൾ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടോ അഗ്രസീവായിട്ടുള്ള നിലപാടുകൾ വന്നിട്ടുണ്ടോ അതൊക്കെ ഇല്ലാതാക്കാനും ഹൈക്കമാൻഡ് ശ്രമിച്ചു. ഒന്നാമത്തെ കാര്യം. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡിന്റെ മനസ്സിലൊരു പേരുണ്ടാകും. അതല്ല എങ്കിൽ ഈ മറ്റു നേതാക്കളെ കൂടി കേട്ട ശേഷം ഒരു തീരുമാനമെടുക്കുക. എങ്ങനെയാണെങ്കിലും കുറെ കൂടി വിശാലമായ, അപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഈ 3 പേർക്ക് മാത്രമല്ല, അതായത് മറ്റൊരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ ബാക്കി എല്ലാ വിഭാഗം മുതിർന്ന നേതാക്കളും ചേർന്ന് ഹൈക്കമാൻഡ് തീരുമാനത്തെ പിന്തുണയ്ക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ആര്യോട് ചോദിക്കാനുള്ളത്, ഇപ്പം 2 പേര് ഇത് കെ സിയിലേക്കാണ് പോകുന്നത് എന്നുള്ള സൂചന പറഞ്ഞു. പക്ഷെ കെ സിയിലേക്ക് പോകുമ്പോൾ അപ്പുറത്ത് ഈ മതസംഘടനകൾ, ഘടകകക്ഷികൾ എല്ലാം മാറ്റിവെച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ വി ഡി സതീശൻ എന്നുള്ള ഒരു പേരുണ്ടോ ഇല്ലേ? തീർച്ചയായും ജനവികാരം, ഇപ്പോൾ ലീഗ് പറഞ്ഞ പോലെ ജനവികാരം, ജനഹിതം, അത് വി ഡി സതീഷിനൊപ്പമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇത് ഈ കഴിഞ്ഞ 5 വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു, 5 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു, പാർലമെന്റ് ഇലക്ഷൻ വന്നു, അത് കഴിഞ്ഞിട്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിലെല്ലായിടത്തും വി ഡി സതീശൻ പറഞ്ഞ കണക്കുകൾ കറക്റ്റായിരുന്നു. വി ഡി സതീശനാണ് നയിച്ചത്. ഇപ്പോൾ മറുഭാഗത്ത് ഭരണപക്ഷം നേരിട്ടത് വി ഡി സതീശനെയായിരുന്നു. പിണറായി വേഴ്സസ് വി ഡി സതീശൻ എന്നൊരു ഇമേജാണ് ജനം കണ്ടത്. അപ്പോൾ ജനം വോട്ട് ചെയ്തത് വി ഡി സതീശൻ എന്ന ലീഡറിന് കൂടിയാണ്. അപ്പോൾ അവരിപ്പോൾ പ്രധാനമായും ചോദിക്കുന്നത്, ഞങ്ങൾ 63 കോൺഗ്രസ് MLA-മാരെ തെരഞ്ഞെടുത്തു, അതിൽ ഒരാളും യോഗ്യരല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ മത്സരിക്കാത്ത ഒരാളെ കൊണ്ടുവരുന്നത്? അത് സ്വാഭാവികമായും നമുക്ക് സാധാരണക്കാരായി വോട്ട് ചെയ്തൊരു വോട്ടർ ചോദിക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ അത്ഭുതം നമ്മൾ നോക്കൂ, ഇപ്പം 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ പശ്ചിമ ബംഗാളിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, അവിടെ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നോക്കൂ, ഏറ്റവും വലിയ കക്ഷി TVK ആണെങ്കിലും അവിടെ 108 ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എതിർപ്പാളയത്ത് മത്സരിച്ച ആളുകളെ കൂടെ ചേർത്തി അവിടെയും സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നു. അസമിൽ തീയതിയായി, പുതുച്ചേരിയിൽ തീയതി, കേരളത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് എത്താൻ കഴിയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ്. അടുത്തത് മന്ത്രിമാരുണ്ട്. കോൺഗ്രസിന് 10 മന്ത്രിമാരെങ്കിലും ഉണ്ടാകും മുഖ്യമന്ത്രി കഴിഞ്ഞാൽ. ആ 10 ആ സ്ഥാനത്തേക്ക് വേണ്ടി 40 പേരെങ്കിലും യോഗ്യരായി ഉണ്ട്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ട് വേണം മന്ത്രിമാരിലേക്ക് കടക്കാൻ. അപ്പോൾ 23-ാം തീയതി വരെ ഉണ്ടല്ലോ എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. വളരെ മോശം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. കേരളത്തിന്റെ ചുമതലയുള്ള വ്യക്തിയാണ് ദീപാദാസ് മുൻഷി. അതെങ്ങനെയാണ് അത്രയും ലാഘവത്തോടെ പറയാൻ കഴിയുക? ഇനിയിപ്പോൾ 23 ആണെങ്കിലും ഇന്ന് 11 ഇനി 10 ദിവസം തികച്ചില്ല. 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മന്ത്രിമാരിലേക്ക് എത്തണം. അപ്പം അത് വളരെ ലാഘവത്തോട് കണ്ടു. ഒരു ഹൈക്കമാൻഡ് ഒരു തീരുമാനം നേരത്തെ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ടാകും. ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ തെരുവിൽ ഉണ്ടാകുമെന്നും ഈ പോസ്റ്റർ യുദ്ധം, ഫ്ലെക്സ് യുദ്ധം, ബാനർ യുദ്ധം ഒന്നും പ്രതീക്ഷിച്ചിരുന്ന ഘടകകക്ഷികൾ പരസ്യമായി വന്ന് പിന്തുണ പ്രഖ്യാപിക്കും. ഇതൊന്നും പ്രതീക്ഷിച്ച് കാണില്ല. ഇപ്പോൾ ഒന്ന് പ്രതിഷേധങ്ങൾ തണുപ്പിക്കും. ഇപ്പോൾ തന്നെ ആളുകൾ തന്നെ പറയുന്നുണ്ടാവും, ആരെങ്കിലും ആകട്ടെ ഒരു മുഖ്യമന്ത്രി വന്നാൽ മതി എന്ന ആളുകൾ പറയുന്നൊരു തരത്തിലേക്ക്. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾ തോൽപ്പിക്കും, എവിടെ നിന്നാലും തോൽപ്പിക്കും എന്നൊക്കെ പറയുന്നത്, ആരെങ്കിലും ഒന്ന് വന്നാൽ മതി എന്ന നിലയിൽ ഒരു ജനങ്ങൾ വരട്ടെ എന്ന് ചിന്തിക്കുകയായിരിക്കും. അങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ നേരത്തെ രാവിലെ റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ മണ്ഡലങ്ങളിൽ ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികളെന്നാണ് നമ്മുടെ അടുത്ത് നാട്ടുകാർ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നാളുടെ ഇപ്പോൾ സാധ്യത നമുക്ക് പറയാൻ പറ്റും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആര് വരും എന്നുള്ളതാണ്. അതിന് നമുക്കൊരു സാധ്യത പറയാൻ പറ്റും. ഇതിപ്പം ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ഇതുപോലെ ആര് സൂചിപ്പിച്ചതുപോലെ ഈ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത വകുപ്പുകളെ സംബന്ധിച്ച് ആരൊക്കെ ക്യാബിനറ്റ് വരണം എന്ന് സംബന്ധിച്ച് അടുത്ത അടി തുടങ്ങും. അത് അടിനാശം വെള്ളപ്പൊക്കമായിരിക്കും മൺസൂണിന് മുമ്പ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം, മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും മന്ത്രിമാർ. പ്രത്യേകിച്ചും 1-2 മന്ത്രിമാരുടെ കാര്യത്തിലെങ്കിലും. അതായത് ഇപ്പോൾ ഇതിനകത്ത് മുന്നിൽ നിൽക്കുന്ന 3 പേരിൽ ഒരാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി ആകുന്നത് എങ്കിൽ അതിനകത്ത് ഒരുപക്ഷെ വി ഡി സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ, രമേശ് ചെന്നിത്തല ഉണ്ടാവുമോ, അവർക്ക് ഉണ്ടെങ്കിൽ ഏത് വകുപ്പുകൾ കിട്ടും എന്നുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാൽ എന്തായാലും KC വേണുഗോപാൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉണ്ടാവും. അത് ആരൊക്കെ? അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആ മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടോ, അദ്ദേഹം അതിന് താല്പര്യപ്പെടുന്നുണ്ടോ, വകുപ്പ് ഏത്, ഇങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവർ ആദ്യം പറഞ്ഞിരുന്നത് ഒരു വെണ്ണ കഴിക്കുന്ന ലാഘവത്തോടു കൂടി ഞങ്ങളൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതാണ്. വിഷ്ണുനാഥ് പറഞ്ഞ വാചകം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 മണിക്കൂർ 5 മണിക്കൂറിൽ കോൺഗ്രസ് സ്ഥിരമായിട്ട് പറയുന്നതാണ്. ഇനിയിപ്പോ അങ്ങോട്ട് കാണാൻ പോകുന്നത് കുറെ അധികം കാര്യങ്ങളാണ്. ഒന്ന്, ഈ പരസ്പരം ഇനി യോജിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ഈ നേതാക്കളുടെ പോര് പോയിട്ടുണ്ട്.
അത്രയും ഹർട്ടാണ് നേതാക്കൾ എന്ന പ്രശ്നമുണ്ട്. ഇവിടെ ടാർഗറ്റ് ചെയ്ത് നടത്തിയിട്ടുള്ള ചില അണിയറ നീക്കങ്ങളുണ്ട്, ഉപശാലകളിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആളുകളെ മോശക്കാരാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പരസ്പരം അറിയുന്നവരാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും രണ്ട് പാർട്ടികളിൽ നിന്ന് പോരടിക്കുന്നതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് പോയ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരു സർക്കാർ വന്നാൽ, ഒരു മുഖ്യമന്ത്രി വന്നാൽ ഇവർ 5 വർഷം ഭരിക്കുക എന്നുള്ളത് വളരെ വളരെ ഉദ്വേഗജനകമായ കാര്യമായിരിക്കും. ജനം ഇതിനകത്ത് പ്രിപ്പയർഡ് ആണ്. കാരണം കാര്യം കോൺഗ്രസ് അല്ലേ, UDF അല്ലേ, ഇതൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അല്ല എത്ര പെട്ടെന്ന് വരുമെന്നോ ജനം ഇതെല്ലാം കണ്ടിട്ട് അസ്വസ്ഥരാകുമെന്നോ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വരുന്നു, അതോടൊപ്പം തന്നെ UDF വരുന്നു. UDF വരുമ്പോൾ ഇതാണ് ഇപ്പോൾ ഉദാഹരണം നോക്കൂ, പാഠപുസ്തകം എങ്ങും എത്തിയിട്ടില്ല, പാഠപുസ്തകത്തിന്റെ വിതരണം പൂർത്തിയായിട്ടില്ല, സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അച്ചടി പൂർത്തിയായിട്ടാണ് ഇതിന്റെ വിതരണം വരേണ്ടത്. ആ സമയം എന്താവും? അതോടൊപ്പം തന്നെ പോലീസുകാരുടെ മൺസൂൺ വരാൻ പോകുന്നു, പോലീസുകാരുടെ ട്രാൻസ്ഫർ, അവിടെയൊക്കെ കുട്ടികളെ ഓരോ സ്ഥലത്തേക്ക്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു, ആ കാര്യങ്ങൾ നടപ്പായിട്ടില്ല. മറ്റൊരു പ്രശ്നങ്ങളുണ്ട് രാജേട്ടാ. അതിനകത്ത് ഇപ്പം VD സതീശൻ അല്ല മുഖ്യമന്ത്രിയെങ്കിൽ ലീഗിന്റെ വലിയൊരു ഈഗോ പ്രശ്നം നമ്മൾ കാണേണ്ടി വരും. കാരണം തൃക്കരിപ്പൂർ അടക്കം മലബാറിൽ ലീഗിന്റെ എന്തുസിയാസത്തിലാണ് ഇത്രയും വലിയ സീറ്റ് വിജയം UDF നേടിയത്. അപ്പോൾ അവർ VD സതീശനെ മുന്നോട്ട് വെക്കുന്നു. അവർ പരസ്യമായി അവരുടെ അണികൾ VD സതീശൻ അവരുടെ ഒരു നേതാവായിട്ട് കല്യാണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തിനാ തടഞ്ഞു വെച്ചിട്ട് എന്തിനാണ് KC-യുടെ പിന്തുണ കൊടുത്തത് എന്ന ചോദ്യം നാളെ സന്ദീപ് വാര്യരെ പിടിച്ചു നിർത്തി ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ മലബാറിൽ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് MLA-മാരും നേരിടാൻ പോവുകയാണ്. അതുകൊണ്ട് അവരെങ്ങനെ പ്രതികരിക്കും, ഈ അവരുദ്ദേശിക്കുന്ന ആളല്ല മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ എന്നുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ 3 പേരെ വെച്ചിട്ടാണ് ഈ പറയുന്ന ചർച്ചകൾ മൊത്തം നടക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡിന് മുന്നിൽ ഇതൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട് എങ്കിൽ ഈ 3 പേരുമല്ലാത്ത ഒരു സമവായ സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനം? ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹൈക്കമാൻഡ് ഇതിനോടകം തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇത് നമ്മളെ അറിയിക്കാനുള്ള താമസം മാത്രമാണ് ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ മല്ലികാർജുൻ ഖാർഗെയുടെ അല്ലെങ്കിൽ വേറെ ഒരാളുടെ മുകുൾ വാസ്നിക്കിന്റെ അഭിപ്രായത്തിന് വലിയ പ്രസക്തി, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായത്തിന് തന്നെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ആരാണോ അയാളായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. രാഹുലിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ തന്നെ അത്ഭുതപ്പെടുത്തണം ഒരു വനിതാ മുഖ്യമന്ത്രി. രാഹുൽ എന്റെ താല്പര്യമല്ല ഇക്കാര്യത്തിൽ വരേണ്ടത് എന്ന നിലയിൽ രാഹുൽ സ്വയം തീരുമാനമെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ചില ജഡ്ജിമാരൊക്കെ ചില സവിശേഷമായ സാഹചര്യങ്ങളിൽ മാറി നിൽക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി മുഖ്യ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഇപ്പോൾ ആര്യ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, ജനങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത്, ജനങ്ങളുടെ മനസ്സിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിമ്പിളാണ്, അതിൽ ഒരു സംശയവുമില്ല. അതിലേക്ക് നമുക്ക് ഒരു ഇടവേള എടുത്തതിന് ശേഷം ആ പ്രതിപക്ഷ അല്ലല്ല, പ്രതിപക്ഷ നേതാവിന്റെ പ്രശ്നമല്ല, ഇതിലേക്ക് തന്നെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. രാഷ്ട്രീയ വൃത്തം തുടരുന്നു. ആര്യ, നേരത്തെ ഞാൻ ചോദിക്കാമെന്ന ചോദ്യം, ആര്യ പറഞ്ഞത് ഈ ജനപിന്തുണയുടെ കാര്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ അദ്ദേഹം ഒരു സിമ്പിളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ, പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരു നേതാവ് എന്നുള്ള രീതിയിൽ. അതിനൊക്കെ അപ്പുറം ജനങ്ങൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചരിത്രം നോക്കിയാൽ ഹിമാചലിൽ, ഹിമാചലിൽ, അതുപോലെ തന്നെ രാജസ്ഥാനിൽ, ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു പക്ഷേ ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ആളുകളെ അല്ല ഏറ്റവും അവസാനം കൊണ്ട് മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, കർണാടക അല്ലാതെ ബാക്കി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? അല്ല, ഇപ്പം ഹിമാചലിൽ ഇപ്പോഴും ഭരിക്കുന്നുണ്ടല്ലോ. രാജസ്ഥാനിൽ ഒരു 5 വർഷം BJP ആണെങ്കിൽ 5 വർഷം കോൺഗ്രസ്, അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെയും പോകുന്നത്. അവിടെ PCC പ്രസിഡന്റ് ആയിരുന്നു സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന അശോക് ഗെഹ്ലോട്ട് ഡൽഹിയിൽ നിന്ന് വന്നു, രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായി. അദ്ദേഹം, അതായത് സച്ചിൻ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പൊക്കെ ഉണ്ടായി. പക്ഷേ ഏറ്റവും അവസാനം ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു. അവർക്ക് മത്സരിച്ചിരുന്നു, ഇവിടെ മത്സരിച്ചിട്ടില്ല. അല്ല, മത്സരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മത്സരിച്ചിട്ടില്ല എങ്കിൽ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി, അദ്ദേഹം MP ആയിരുന്നു, അവിടെയും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. വിക്രമാർക്ക, അദ്ദേഹം ഇപ്പോൾ അവിടെ ഉപമുഖ്യമന്ത്രി മാത്രമാണ്. അപ്പോൾ AICC ഓഫീസിൽ നടന്ന പ്രഖ്യാപനം ഈ പറഞ്ഞ തെലങ്കാനയുടേതാണ്. ആ പ്രഖ്യാപനം നടത്തിയത് KC വേണുഗോപാലാണ്. VD സതീശന്റെ എതിർപ്പാളയം പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പം VS അച്യുതാനന്ദനെ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളയും ഉമ്മൻചാണ്ടിയെ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളയും അല്ല, അങ്ങനൊരു സമീപനം ഇവിടെ VD സതീശന്റെ കാര്യത്തിൽ ഇല്ലായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും VD സതീശന്റെ പോസ്റ്റർ ഒട്ടിച്ചൊന്നും അല്ല സ്ഥാനാർത്ഥികൾ വോട്ട് നേടിയത്. അതുപോലെ തന്നെ VD സതീശൻ സ്വന്തം മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറയുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതിലല്ല, അത് കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നയിച്ചിട്ടുള്ള സമരങ്ങൾ, അദ്ദേഹം നയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇതൊക്കെ പറയാം. കാരണം അദ്ദേഹം മത്സരിച്ചിരുന്നു, അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അത് രണ്ടും ഓക്കെയാണ്. രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ തർക്കിക്കുന്ന പോലെ
പോലെയോ പറയുന്നത് പോലെയോ അല്ല കെ സി വേണുഗോപാൽ. അദ്ദേഹം ഈ പിക്ചറിലില്ല. അദ്ദേഹം പിക്ചറിൽ നിന്ന് മാത്രമല്ല എം പിമാര് മത്സരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ക്രൂഷ്യലായി മാറിയ ഒരു നീക്കം എന്ന് പറയുന്നത് ശത്രുപാളയത്തെ നിലംപരിശാക്കുക എന്നുള്ളതാണ്. അതായത് ശത്രുവിന്റെ കോട്ട ഇടിക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട 3 കോട്ട ആലപ്പുഴ, അമ്പലപ്പുഴ, ജി സുധാകരൻ, പയ്യന്നൂര്, തളിപ്പറമ്പ്, ഈ 3 സ്ഥലത്തെയും CPM വിമതരെ UDF പാളത്തിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും നിർണായകമായ ജനമല്ലേ വോട്ട് ചെയ്തത്. അവിടെ കെ സി വേണുഗോപാലിന് അത്രയും പേരെ വോട്ടുണ്ടോ? അതൊന്നുമില്ല. അവിടെ ജനം വോട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം എത്രയോ വേറെ സീറ്റുകളിൽ മാറിയിട്ടുണ്ട്. ഇപ്പൊ KB ഗണേഷ് കുമാർ ജയിച്ചുകൊണ്ടിരുന്ന പത്തനാപുരം സീറ്റില് അവിടെ വർക്ക് ചെയ്ത് VS പോലെ ഒരാൾക്ക് മാത്രമായി UDFന്റെ നേട്ടം അല്ലെങ്കിൽ ഈ വിജയം അവകാശപ്പെടാൻ കഴിയില്ലെന്നാണ്. അതായിക്കോട്ടെ, പക്ഷേ കോൺഗ്രസ് നേതൃത്വം നേരത്തെ അവിടെ സൂചിപ്പിച്ചോളൂ, ഇതിന്റെയൊക്കെ ഒരാളാരാണ്? കെ സി വേണുഗോപാലാണ്. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണല്ലോ നയിക്കുന്നത്. അദ്ദേഹം മൂലം ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാക്കാൻ പാടുണ്ടോ? ഇതിപ്പോ ഇവിടെ തർക്കം നമുക്ക് മനസ്സിലാക്കാം. രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലാണ് തർക്കമെങ്കിൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം ഇവരിൽ ആരാകും. ഇവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് ഞാൻ പറഞ്ഞതാണ്, ഇതിനകത്ത് ഈ അവകാശവാദങ്ങൾ സംബന്ധിച്ച് ആർക്കും അങ്ങനെ ഏകപക്ഷീയം അവകാശവാദം എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അല്ല, ഈ 2 പേർ തമ്മിൽ തർക്കം നടന്ന ഇടങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ അവസ്ഥ ഈ കഴിഞ്ഞ ഒരു 10 എടുത്താൽ മതി. ഇപ്പൊ നവ്ജോത് സിംഗ് സിദ്ധു അമരീന്ദർ സിംഗും തർക്കിച്ചിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ ബംഗാളിൽ എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടു. പഞ്ചാബിനെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസ് പാർട്ടി ഇനി അധികാരത്തിലേക്ക് അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരും. അവിടെ ആം ആദ്മി പാർട്ടി എന്ന പുതിയ പാർട്ടി അവിടെ കളം പിടിച്ചു. ഇനി ഏത് സംസ്ഥാനം ഛത്തീസ്ഗഡ് എടുത്തോ, രാജസ്ഥാൻ എടുത്തോ, മധ്യപ്രദേശ് എടുത്തോ, തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. കഴിഞ്ഞില്ലല്ലോ. മധ്യപ്രദേശിൽ 5 വർഷം തികച്ച് ഭരിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ അത് എന്തായാലും കോൺഗ്രസ് ഇത്തരത്തിൽ ഉള്ള തീരുമാനമെടുക്കുന്നതിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ട്. ഹൈക്കമാൻഡിന്റെ ഒരു അധികാരത്തെ അത് ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് പലപ്പോഴും ഹൈക്കമാൻഡിൽ കെ സി വേണുഗോപാൽ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ ഗെയിം അൺഫെയർ ആക്കുന്നത്, അല്ലെ? നമ്മൾ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറി. അപ്പോൾ 2ാം സ്ഥാനത്ത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ. ഈ തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ആ മുകുൾ വാസ്നിക്ക് എഴുതി കൊണ്ടുപോയ പേരിൽ അവിടെ കെ സി കാണുമ്പോൾ ആ രമേശ് ചെന്നിത്തല കാണില്ല, VD സതീശൻ കാണില്ല. അപ്പോൾ എന്തായാലും മനസ്സിൽ VD സതീശൻ അല്ലെങ്കിൽ ചെന്നിത്തല ആണെങ്കിലും കെ സി വേണുഗോപാൽ എഴുതിയേ പറ്റൂ. അതാണ് അതിലൊരു അൺഫെയർനെസ് ഉണ്ട്. പക്ഷേ അത് അത്തരത്തിലുള്ള ഈ MLA-മാരോട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അത് കെ സി വേണുഗോപാലിനായിരിക്കും നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം എന്നുള്ളത് എല്ലാവർക്കും ഏതാണ്ട് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അല്ല, അതൊക്കെയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. കാരണം VD സതീശനെ മുന്നിൽ കണ്ടുകൊണ്ടും VD സതീശനാണ് ജനപിന്തുണ. അത് ഏതൊരു മനുഷ്യർക്കും അറിയാം, അല്ലേ? അത് ഘടകകക്ഷികൾ പറയാതെ തന്നെ നമുക്കറിയാം. VD സതീശനാണ് കെ സി വേണുഗോപാലിനെക്കാളും കേരളത്തിൽ പിന്തുണ. MLA-മാരുടെ പിന്തുണയ്ക്ക് ഉണ്ടാക്കാം. പക്ഷേ ഈ കളിക്കുന്നതിനകത്ത് ഒരു ചെറിയ വീഴ്ച കെ സി വേണുഗോപാലിന് പറ്റിപ്പോയതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ ഇത്രയ്ക്കങ്ങ് മാറി നിൽക്കാതെ ഞാനിവിടെ വന്നേക്കാം എന്നുള്ളൊരു സൂചനയിലും കൊടുക്കണമായിരുന്നു. സൂചന കൊടുത്തില്ലെന്ന് മാത്രമേ പലയിടങ്ങളിലും എന്നെ മൈനസ് ചെയ്തോളൂ. ഇപ്പം ഇലക്ഷൻ ബസ്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ പ്രൈം ടൈമിന് വേണ്ടി എടുത്തു, എന്നെ മൈനസ് ചെയ്തോളൂ, ആ പിക്ചറിൽ നിന്ന് എന്നെ ഔട്ട് ആക്കിക്കോളൂ, എന്റെ പേര് വെട്ടിക്കുറച്ചോളൂ. എല്ലായിടത്തും നമ്മുടെ മാതൃഭൂമി ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണ്ടാകില്ല എന്ന്. ഇപ്പോൾ മാറ്റുമ്പോൾ ചോദ്യം പറയാനുള്ളൂ. അവസാനം ഇത് തെളിയുമല്ലോ, ഇത് ഒരാളിലേക്ക് എത്തി ഇതിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കാം. മറ്റു 2 പേരെ എങ്ങനെ അക്കാഡമിക് ചെയ്യും? അതല്ല അവസാനം ഇതെല്ലാം കൂടെ നമ്മുടെ തലയിൽ കൊണ്ടിടാതെ ഡൽഹി ചർച്ചയിൽ അങ്ങനെ ഉണ്ടാക്കിയത് മാധ്യമങ്ങളാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇപ്പോൾ അത് ഈ ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു ക്ലെയിം ഇല്ല എന്ന് ഈ 3 നേതാക്കൾക്കും പറയാമായിരുന്നു. ഈ ഒരാഴ്ചയായിട്ട് അവരങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ തലയിലിട്ട് രക്ഷപ്പെടാമെന്ന് ആരും നോക്കണ്ട. ഓക്കെ, എന്തായാലും അവർ തീരുമാനം എടുക്കട്ടെ. നാളെയോട് കൂടിയെങ്കിലും ഈ കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാൻ നമുക്ക് ജനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം MAV പറഞ്ഞത് അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, തിരുത്തലുണ്ടാകും, അപ്പോഴറിയാം നേതൃത്വം ആരാണ് എന്നുള്ള കാര്യം. ഇനി അവിടെയും ഒരു സസ്പെൻസ് ബാക്കിയാവുകയാണ്. അവിടെ ഇതിവിടെ തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡെങ്കിലും ഉണ്ട്. ഇപ്പൊ CPM-നെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്ത് തീരുമാനമെടുക്കുന്നു അതാണ് ഞങ്ങളുടെ തീരുമാനം. അതാണ് അവിടെ ഉണ്ടായ പരാജയത്തിന്റെ തന്നെ ഏറ്റവും വലിയ കാരണം. അപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ശരി ഞാൻ മാറി നിൽക്കാം, വേറൊരാൾ വരട്ടെ എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ, അതല്ലെങ്കിൽ മാർഷലെ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പൊ നോക്കൂ, അദ്ദേഹം ഈ പരാജയം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ പോലും ഇത്ര വോട്ട് ചെയ്തവർക്ക് നന്ദി പറയുകയും തെറ്റുകൾ തിരുത്തുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിന് എത്രയോ മുൻപ് തന്നെ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു, കൊളത്തൂരിൽ പരാജയപ്പെട്ടു. അദ്ദേഹം നേരെ പോയത് ആ ജനങ്ങളോട് നന്ദി പറയാൻ നേരിട്ടാണ് പോയത്, നേരിട്ട്. ഇപ്പോൾ ഇത് ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ മുഖ്യമന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും സാങ്കേതികമായി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നന്ദി പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പക്ഷേ ഇന്നലെ നോക്കൂ,
തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ വന്ന് ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നല്ലോ. അപ്പോൾ കേരളത്തിലെ ജനങ്ങളോട്, വോട്ടർമാരോട് അദ്ദേഹത്തിന്റെ സമീപനം തന്നെ ശരിയല്ല എന്ന് ഞാൻ പറയും. അങ്ങനെ ഒരാൾ പ്രതിപക്ഷ നേതാവായി വന്നാൽ ഇടതുപക്ഷത്തിന് ഇനി വീണ്ടും ഇത്രയും വലിയ പരാജയത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന് എന്ത് പ്രതീക്ഷയാണ് അദ്ദേഹം ജനങ്ങൾക്ക് കൊടുക്കുക? ഇതിനിടയിൽ നമ്മൾ കാണാതെ പോയൊരു കാര്യമുണ്ട്. ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, നിർഭയമായി എല്ലാവർക്കും പ്രതികരിക്കാം. പിറ്റേ ദിവസം MA ബേബിയും പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും തുറന്നടിക്കാം എന്ന് പറയും. അതിന് തൊട്ടു പിന്നാലെ നമ്മൾ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, പൂർണ്ണമായും CPM-കാരായിട്ടുള്ള എല്ലാ സ്ഥിരമായിട്ട് പിണറായി വിജയൻ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ തുറന്നെഴുതി കഴിഞ്ഞു. അതിനകത്ത് മകളുടെ വിഷയം എല്ലാം, അതായത് പിണറായി വിജയന്റെ കുടുംബ കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഈ പരാജയത്തിന് കാരണമെന്ന് എഴുതി കഴിഞ്ഞു. ഇതെല്ലാം കണ്ടിട്ടും ഇനിയും പ്രതിപക്ഷ നേതാവായിട്ട് മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ വലിയ പ്രതിസന്ധി മുന്നണി നേരിടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ എങ്ങനെ വെക്കും എന്നൊരു പ്രശ്നമുണ്ട്. അതും ഇതിനകത്ത് ഒരു പക്ഷേ അത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രം നോക്കുന്നുണ്ടല്ലോ ഈ പ്രശ്നം. നിങ്ങൾ ഇടതുപക്ഷം ആയിരുന്നല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതിനാണല്ലോ ഈ റിസൾട്ട് കിട്ടിയത്. അതെ, ടീം അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. ജയിച്ചാൽ ഞാൻ, തോറ്റാൽ ഞാൻ ഇല്ല എന്ന് പറയുന്നതിന് തുല്യമായിട്ടില്ലേ? പ്രശ്നമുണ്ട്. ധർമ്മടം MLA മാത്രമായി തുടരും. അദ്ദേഹത്തെ മുൻനിർത്തി ഇപ്പോൾ ടീം UDF ആയിട്ടാണ് UDF മത്സരിച്ചെങ്കിൽ LDF പൂർണ്ണമായും പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചാണല്ലോ മത്സരിച്ചത്. പിണറായി എന്ന മറ്റാരുണ്ട്, പിണറായി അല്ലാതെ എന്നായിരുന്നില്ല മുദ്രാവാക്യമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ പിണറായിയെ ജനങ്ങൾ റിജക്ട് ചെയ്തു. 35 സീറ്റ് എന്ന് പറയുന്നത് LDF സംവിധാനം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും മോശം നമ്പറാണ്. 35 എന്ന നമ്പറിലേക്ക് എന്ന് പറഞ്ഞാൽ രാജ്യസഭാ എം പിയെ പാർലമെന്റിലേക്ക് അയക്കാൻ ഉള്ള സ്ട്രെങ്ത് പോലും ഇല്ലാത്ത വിധത്തിൽ തകർന്നു. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഭരിക്കാൻ പോകുന്ന മുന്നണിയും പ്രതിപക്ഷ നിരയിൽ ഇരിക്കുന്നവരും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാലും അവരും പിണറായി വിജയനും തമ്മിൽ പ്രായത്തിൽ തന്നെ ബഹുദൂരം വ്യത്യാസം. സഭയിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ്. ജനങ്ങൾ പിണറായി വിജയനെ കാണുന്നത് എക്സോസ്റ്റഡ് ആയി. അപ്പോൾ അവരെ കണ്ടു മടുത്തു. പിണറായി വിജയനെ മടുത്ത് അല്ലെങ്കിൽ ആ നിലയ്ക്ക് നിൽക്കുന്ന ഒരു ജനത്തിന് പ്രതിപക്ഷത്ത് ഇരുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എനർജി കൊടുക്കേണ്ടത് വേറൊരാളാണ് നിശ്ചയമായിട്ടും. ഒരു ഫ്രഷ് ഫേസ് വേണം, ഒരു പുതിയ നിര വേണം. പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയൊക്കെ പ്രതിപക്ഷ നേതാവ് അല്ലാതെ മുഖ്യമന്ത്രി ആയതിനു ശേഷം നിയമസഭയിൽ ഇരുന്നിട്ടുണ്ടല്ലോ. പിണറായി വിജയൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയ വേളയിൽ അത് അദ്ദേഹം മന്ത്രി അല്ലാതെ അല്ലെങ്കിൽ നിയമസഭയിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം മുതിർന്ന നേതാവായി സഭയിൽ തുടരുക, പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കാൻ പുതിയ ഒരാൾ വരിക എന്നുള്ളത് മാത്രമാണ്. തിരിച്ചു വരാൻ എന്തെങ്കിലും ടഫായി സംസാരിക്കുന്ന ഒരു നേതാവ് ആരാണെന്നുള്ളതാണ് അവിടെ ചോദ്യം. അതിനപ്പുറം ഈ ജനങ്ങളോട് കണക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ പറ്റുന്ന നേതാവ് ആരുണ്ടാകണം എന്നുള്ളതാണ്. ടഫ് ആവുന്നതൊക്കെ ടഫാണോ, അറഗന്റ് ആകണോ, അഗ്രസീവ് ആണോ? അതെ, അത് വേറൊരു കാര്യം. ഇപ്പോ ഇവര് CPM പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു തെറ്റുതിരുത്തൽ യജ്ഞമുണ്ടല്ലോ, വലിയ ദീർഘമായ യജ്ഞം. ശരിക്കും പറഞ്ഞാൽ അവർ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ തന്നെ സ്പിരിറ്റ് ചോർത്തിക്കളയും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിർഭയമായി പറയാം. അപ്പം നിർഭയമായി അല്ലാതെയാണ് ഇതൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഈ തെറ്റുതിരുത്തലിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തെറ്റുതിരുത്തലും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയെയും കേരള ജനതയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ വൃത്തം അവസാനിക്കുന്നു.